ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ ഇറങ്ങി 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈനായി. പക്ഷെ നമ്മൾ ഓണാക്കി അപ്പം തന്നെ നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ട്രിപ്പ് അടിച്ചു. ഒരു റൗണ്ട് ട്രിപ്പായിരുന്നു. അത് ചോയ്സ് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീടിൻ്റെ അവിടെ തന്നെ കൊണ്ടുവിടാനായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ട്രിപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അടുത്ത ട്രിപ്പ് കയറി അടിച്ചു. അതൊരു റിസർവേഷൻ ട്രിപ്പാണ്. അത് 8 മണിക്കാണ് പിക്കപ്പ്. എങ്ങോട്ടാന്ന് ഞാൻ കറക്റ്റായിട്ട് നോക്കിയില്ല, പെട്ടെന്നായോണ്ട് പെട്ടെന്ന് എടുത്തു. അപ്പൊ എയർ ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4-ാം തീയതിയാണ്. അപ്പം നമുക്ക് ഈ ട്രിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ 2 ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ രണ്ടാമത്തെ ട്രിപ്പ് പിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ബൈ. കേസ് ഇപ്പൊ നമുക്ക് രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ആ ട്രിപ്പ് പൊക്കോണ്ടിരുന്നപ്പോ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചു. ആ ട്രിപ്പും പൊക്കോണ്ടിരുന്നപ്പോ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചു. അങ്ങനെ 3 ട്രിപ്പ് നമുക്ക് കണ്ടിന്യൂസ് അടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ട്രിപ്പ് 10 കിലോമീറ്റർ പോകാനായിരുന്നു. 5 കിലോമീറ്റർ അങ്ങോട്ടും 5 കിലോമീറ്റർ ഇങ്ങോട്ടും അങ്ങനെയായിരുന്നു. അപ്പൊ അത് പോയിട്ട് നമുക്ക് 217 രൂപ കിട്ടി. 217 രണ്ടാമത്തെ ട്രിപ്പ് 7 കിലോമീറ്റർ ആയിരുന്നു. അതിൽ നമുക്ക് 195 രൂപ നമുക്ക് കിട്ടി. 207 രൂപയായിരുന്നു ക്യാഷ് കളക്ഷൻ. 195 നമുക്ക് കിട്ടിയത് 207 രൂപയാണ്. ബാക്കി പൈസ കമ്പനി വന്നു. പിന്നെ മൂന്നാമത്തെ ട്രിപ്പ് കിട്ടിയത് ഇരുമ്പലത്തുനിന്ന് നമുക്ക് പൊന്നുരുതിക്കായിരുന്നു. ആ ട്രിപ്പില് അത് 7 കിലോമീറ്റർ ആയിരുന്നു. 177 രൂപ നമുക്ക് കിട്ടി. അപ്പൊ നമ്മള് നാലാമത്തെ ട്രിപ്പിന് വേണ്ടി ഇവിടെ പൊന്നുരുന്നി പാലത്തിന്റെ അടിയിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് 3 ട്രിപ്പ് കണ്ടിന്യൂസ് അടിച്ചു. അപ്പൊ അടുത്ത ട്രിപ്പ് വരുന്ന ഇനിയും ഓട്ടത്തിലായതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ട്രിപ്പ് വരുന്നത് എടുക്കാൻ പറ്റായിരുന്നു. ഓരോ ട്രിപ്പും കയറി അടിക്കുകയായിരുന്നു. അങ്ങനെ 3 ട്രിപ്പ് കയറി അടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്ത ട്രിപ്പ് എങ്ങനെ അടിക്കാന്ന് നോക്കട്ടെ. അടിക്കുകയാണെങ്കിൽ ഇതിൽ ട്രിപ്പ് വരുമ്പോൾ ഓട്ടത്തിലല്ലെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് വരുന്നതിനും വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് തമ്മനത്തുനിന്ന് ട്രിപ്പ് ഉണ്ട്, പാലാരിവട്ടത്തോട്ടാണ്. നമുക്ക് ആ ട്രിപ്പ് അടിച്ച് നമുക്കത് കിട്ടുകയും ചെയ്തു. റഡാറാണ് വന്നിരുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പം കോട്ടയത്താണുള്ളത്. നമുക്ക് രാവിലെ അടിച്ചത് ഒരു 4 കിലോമീറ്റർ റെനി മെഡിസിറ്റിയിലോട്ടായിരുന്നു, വൈറ്റിലേന്ന്. അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അടുത്ത ട്രിപ്പ് കയറി അടിച്ചു. അതൊരു ഇന്റർസിറ്റി ആയിരുന്നു. അവിടെ കോട്ടയത്തോട്ടാണ്. കോട്ടയം ലുലു മാളിന്റെ ഒക്കെ അടുത്താണ്. ഇവിടുന്ന് ഇപ്പൊ ലുലു മാളിലോട്ട് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അതിന്റെ തൊട്ടിപ്പുറത്താണ്. അപ്പൊ അതിന് നമുക്ക് കിട്ടിയ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1840 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. പക്ഷെ നമ്മുടെ റേറ്റ് ആണ് 1555 രൂപ. പിന്നെ കസ്റ്റമർ നമുക്ക് 160 രൂപ ടിപ്പൊക്കെ തന്നേട്ടാ. അടിപൊളി കസ്റ്റമർ ആയിരുന്നു. നമ്മളിപ്പോ 71 കിലോമീറ്റർ ഓടി. ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഇവിടുന്ന് റിട്ടേൺ കിട്ടുമോന്ന് അറിയില്ല. ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു ഓൾമോസ്റ്റ് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് രാവിലെ ചായ കുടിച്ചായിരുന്നു. എന്നാലും ഒരു ചായ കൂടെ കുടിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ആണെങ്കിൽ ലുലു മോളിന് അടി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. 1557 രൂപ നമുക്ക് കിട്ടി. 156 പൈസ ടാക്സ് പോയി. 282 രൂപ യൂബർ കമ്മീഷൻ പിടിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 1555 രൂപ 1555 രൂപ കിട്ടി. പിന്നെ കസ്റ്റമർ ഒരു 160 രൂപയും ടിപ്പ് വന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് അടിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ട്രിപ്പ് വരട്ടെ.
ഇന്നിപ്പോൾ ആകെ നമുക്ക് രാവിലെ ഇറങ്ങിയപ്പോൾ ഇന്ന് നല്ല ദിവസമായിരുന്നു. കാരണം രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ നമുക്ക് ട്രിപ്പ് കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ആകെ 5 ട്രിപ്പ് അടിച്ചുള്ളൂ. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ദിവസം എന്ന് തന്നെ പറയാം. ഓൺ ആക്കിയപ്പോൾ തന്നെ ട്രിപ്പ് അടിച്ചു. പിന്നെ എല്ലാം ട്രിപ്പ് ഇങ്ങനെ കയറി അടിക്കുകയായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് മാത്രമേ നോർമലായിട്ട് അടിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെയും പൊരിഞ്ഞ വെയിലാട്ടോ, വണ്ടി ഒരു തണൽ പോലും ഇല്ല. നമുക്കൊരു ചായ കുടിച്ചിട്ടേ വണ്ടി തണൽ നോക്കി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ വണ്ടി ഒതുക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കൊരു 6 കിലോമീറ്റർ അപ്പുറം ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതെടുക്കാൻ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 2 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തു. ഒരു 16 കിലോമീറ്റർ ഓട്ടമാണ്. ഒരു 330 രൂപയുടെ ട്രിപ്പാണ്. നമ്മളിപ്പോൾ അത് എടുക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്റർസിറ്റി ആണ്. എറണാകുളം സൈഡിലോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. എറണാകുളം കൊടുത്തിട്ടേക്ക് ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം. ഓക്കെ, ഒരു അനു എന്ന് പറയുന്ന ഒരു റൈഡാണ്. വിളിച്ചിട്ട് എടുത്തില്ല. നമ്മള് ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമുക്ക് ആ ട്രിപ്പും കൂടെ കംപ്ലീറ്റ് ആയി. ആ ട്രിപ്പ് പാലായ്ക്കായിരുന്നു. പാലാ ഒരു ഹോസ്പിറ്റലിലോട്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ പേര് മറന്നുപോയി. പിന്നെ അമരാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടായിരുന്നു. അപ്പൊ അവിടെ ആളെ ഇറക്കിയിട്ട് അവിടെ കുറച്ചു നേരം കിടന്നു. അവിടെ നിന്ന് ട്രിപ്പ് കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഈ ഏരിയയിൽ അത്ര യൂബറൊന്നും അങ്ങനെ ഇട്ടില്ല. വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളെന്നാണ് പറഞ്ഞത്. വണ്ടി കയറിയ ആൾക്കാരോടൊക്കെ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ ചിലപ്പോ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെയിറ്റ് വരും. ഇന്നിപ്പോ ഏതായാലും വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു 6 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അപ്പൊ തന്നെ കിട്ടിയത്. ഇപ്പൊ നമ്മള് പാലായിന്ന് വീണ്ടും നമ്മൾ ഏറ്റുമാനൂർ സൈഡിലോട്ട് പോവാണ്. നമ്മൾ ഏറ്റുമാനൂർ കിടന്നപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. ഇതിന് മുന്നേയും വന്നപ്പോ കോട്ടയം സൈഡിലോട്ട് ചെന്നാലേ നമുക്ക് അവിടുന്ന് ട്രിപ്പ് അടിച്ച് കിട്ടുള്ളൂ. ഈ പാലായിലൊക്കെ കിടന്ന് ട്രിപ്പ് അടിക്കുന്നത് കുറവാണ്. അടിക്കും, എനിക്ക് ഇതിനു മുന്നേ അടിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും അടിക്കലും കിട്ടലൊക്കെ. അപ്പൊ അവിടെ ആണെങ്കിൽ നമുക്കൊരു 90% നമുക്ക് ട്രിപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കോട്ടയം സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഏറ്റുമാനൂര് തന്നെ പോയി കിടക്കാം. അടുത്ത ട്രിപ്പ് വരുന്നതിനും വരെ നമുക്ക് ഏറ്റുമാനൂര് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കിപ്പം മറ്റക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമുക്കൊരു എയർപോർട്ട് അടിച്ചിട്ടുണ്ട്. അത് 3:30ക്കാണ് പിക്കപ്പ്. അപ്പോൾ നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് പാലായിലായിരുന്നു ഇതിന് മുന്നത്തെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഏറ്റുമാനൂർ റൂട്ടിൽ കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് എയർപോർട്ട് അടിച്ചു. അതിന് മുന്നേ ഞാൻ എറണാകുളം കൊടുത്തിട്ടേക്കായിരുന്നു. എറണാകുളം ഡെസ്റ്റിനേഷൻ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ കൊടുത്തതനുസരിച്ച് നമുക്ക് എയർപോർട്ട് കിട്ടി. എറണാകുളം വെച്ചുകൊണ്ട് എയർപോർട്ട് കിട്ടി. അപ്പോൾ നമ്മളത് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇതൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തോന്നുന്നു. ഇത് എന്താ പറയുക, ക്രിയേറ്റീവ് ഹഡ് എന്നും പറഞ്ഞുകൊണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി എന്നും പറഞ്ഞുകൊണ്ട്, ക്രിയേറ്റീവ് ഹഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം. ഇത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ നിന്നൊരു ഹിന്ദിക്കാരത്തെയാണ്. 3:30ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. 3:30ക്ക് 8 മണിക്കാണ് അവർക്ക് ഫ്ലൈറ്റ്. അപ്പോൾ 3:30 ആകുമ്പോൾ വന്നാൽ മതിയെന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ്. 1/2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എയർപോർട്ടിൽ ചെല്ലുമ്പോൾ കാണാം. അതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മള് എയർപോർട്ടിലെത്തി. കാണാതിരിക്കുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. മറ്റക്കരയിൽ നിന്നായിരുന്നു ട്രിപ്പ്. കോട്ടയം മറ്റക്കരയാണ്. അപ്പോൾ നമ്മളിന്ന് അവിടുന്ന് ട്രിപ്പ് എടുത്ത് ഇപ്പോൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് കിട്ടിയ ഫെയർ എന്ന് പറഞ്ഞാൽ
കിട്ടിയ ഫെയർ 1574 രൂപയാണ്. ടോട്ടൽ ക്യാഷ് നമുക്ക് കിട്ടിയത് 1961 രൂപയാണ് ക്യാഷ് കളക്റ്റഡ്. അതിൽ നമുക്ക് കിട്ടുന്ന പൈസയാണ് 1574. പിന്നെ അതിനകത്തുനിന്ന് 1574 ടോള് ആഡായിട്ടുണ്ട്. എയർപോർട്ട് ടോളാണ് 60 രൂപ റീഫണ്ട് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വെയിറ്റിംഗ് ചാർജ് അവർ 1 മണിക്കൂർ മുന്നേ നമുക്ക് ഇത് ട്രിപ്പ് ബുക്ക് ചെയ്യുക. നമ്മൾ 1 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ നമുക്ക് 145 രൂപ വെയിറ്റിംഗ് ചാർജും കൂടെ ആഡായിട്ടുണ്ട്. അതും കൂടെ കൂട്ടിയാണ് കേട്ടോ ഈ പൈസ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പൊതുവെ നല്ല ദിവസമായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു ട്രിപ്പ് കിട്ടി, അവിടുന്ന് ഇങ്ങോട്ടും ഒരു ട്രിപ്പ് കിട്ടി. അവിടുന്ന് ചെറിയൊരു ലോക്കൽ ട്രിപ്പ് പാലായ്ക്ക് അടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ട്രിപ്പ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് 4175 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്. ഇന്ന് പൊതുവെ കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. നമ്മുടെ 2-3 ദിവസത്തെ ആ ക്ഷീണം അങ്ങ് മാറി. അപ്പോൾ നമ്മൾ വീണ്ടും എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. എയർപോർട്ടിൽ ക്യൂ 180 ആയിരുന്നു ക്യൂ കിട്ടിയത്. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമോ എന്ന് അറിയത്തില്ല. ഏതായാലും നമുക്കിവിടെ ഒരു 8 മണി വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവിടുന്ന് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, ഇന്ന് അങ്ങനെ ട്രിപ്പ് അടിക്കുന്ന ഒരു വീഡിയോ കണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് ഇത് ഭയങ്കര ലേറ്റായിട്ടായിരുന്നു ട്രിപ്പ് വന്നിരുന്നത് കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പ് എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ വീഡിയോ എടുക്കാൻ വരാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഓർക്കപ്പുറത്താണ് ട്രിപ്പ് വന്നത്. അതുകൊണ്ടാണ് ട്രിപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ ട്രിപ്പ് ഓടിയതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ട്രിപ്പ് വരുന്നതിന് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിന്റെ അവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പതുക്കെ ആലുവയിലോട്ട് മൂവ് ചെയ്യാണ്. ഇനിയിപ്പോ ഇവിടെ കിടന്നാൽ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. കിട്ടുന്ന കാര്യം വലിയതല്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആലുവയിലോട്ട് മാറുകയാണ്. പോകുന്ന വഴിക്ക് വല്ല അടിക്കുകയാണെങ്കിൽ എടുക്കാം. ഏതായാലും നമ്മള് ഒലയും റാപ്പിഡോയും യൂബറും ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒന്നിന് അടിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്. അടിക്കുകയാണെങ്കിൽ ഊട്ടി ഇല്ല ചട്ടി എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ആലുവയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു 6:30 മണിക്ക് ഡ്രോപ്പ് ചെയ്താണ്. 1.5 മണിക്കൂറായി. 1.5 മണിക്കൂർ വെയിറ്റിംഗ് ആയി. ഇതുവരെ ഒരു റഡാർ പോലും അടിച്ചില്ല. ഈ സമയത്ത് ഇനി ഇവിടുന്ന് അടിക്കല് വലിയ മല്ലാന്ന് തോന്നുന്നു. കാരണം ഇനി വല്ല അടിക്കാൻ ചാൻസ് കുറവല്ലേ. പിന്നെ അതുപോലെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. ഇന്നത്തെ കളി മൊത്തം കോട്ടയത്തായിരുന്നു. കോട്ടയം ഏരിയയിലായിരുന്നു ട്രിപ്പ്. അതുകൊണ്ട് നമുക്ക് പതുക്കെ മരട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ആലുവെന്നെങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ ഈ 30 കിലോമീറ്റർ കാലിക്കറ്റ് പോകാം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പ് വരികയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാം. ഇല്ലെങ്കിൽ ഏതായാലും നമുക്ക് പതുക്കെ നീങ്ങാം. ഓക്കെ, ട്രിപ്പ് വരട്ടെ. അതൊക്കെ അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് പോവാം. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എയർപോർട്ടിൽ കടന്നിട്ട് എയർപോർട്ടിലൊരു 1.5 മണിക്കൂറോളം കിടന്നിട്ട് നമുക്ക് അവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ട് നേരെ ഇങ്ങനെ പോന്നെങ്കിൽ പോലെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. പക്ഷെങ്കിൽ ആളത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മളെങ്ങും ഒരിടത്തും നിന്നില്ല. രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് ആകെ ടയർഡാണ്. ഇന്നിപ്പോ എന്നും ഓടുന്നേക്കാൾ കൂടുതൽ കിലോമീറ്റർ ഓടി, 300 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ, സീ യു.